വയനാട് കോൺഗ്രസ് DCC ട്രഷററുടെ മരണത്തിനു പിന്നാലെ ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്തുള്ള കരാർ പുറത്ത്. NM വിജയൻ, IC ബാലകൃഷ്ണൻ, റിട്ടയർഡ് സർക്കാർ ജീവനക്കാരൻ എന്നിവർ തമ്മിലുള്ള കരാറാണ് പുറത്തു വന്നത്. സഹകരണ ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് 30 ലക്ഷം രൂപ IC ബാലകൃഷ്ണന് നൽകുന്നുവെന്ന കരാറിൽ MLAയുടെ നിർദ്ദേശത്തിന്റെയും ഉറപ്പിന്റെയും പുറത്താണ് കരാർ ജോലി വാഗ്ദാനമെന്നും ജോലി ലഭിച്ചില്ലെങ്കിൽ പണം MLA തിരികെ നൽകുമെന്നും കരാറിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും രതീഷ് വാസുദേവൻ ചേരുകയാണ്. ഏതായാലും രതീഷ്, ഈ പുറത്തു വന്നിരിക്കുന്ന കരാർ അത് കോൺഗ്രസിനെ, IC ബാലകൃഷ്ണൻ അടക്കമുള്ളവരെ വലിയ പ്രതിരോധത്തിലാക്കുന്നതാണ്. അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണിപ്പോ? ലക്ഷ്മി, തീർച്ചയായും ഈ ആരോപണം ഒരു NM വിജയന്റെ ഈ ആത്മഹത്യ അത് കേവലം ഈ വിവാദം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നതാണ് പുതിയ വിവരങ്ങൾ. 2019 അന്ന് IC ബാലകൃഷ്ണൻ സ്വാഭാവികമായിട്ടും അന്ന് DCC പ്രസിഡന്റ് കൂടിയാണ്, MLA കൂടിയാണ്. അന്നാണ് ഇത്തരത്തിൽ ഒരു ഉടമ്പടി. അന്നും രക്ഷാധികാരിയായിരുന്ന ഗജാൻജിയായിരുന്ന NM വിജയന്റെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം തന്നെ രണ്ടാം കക്ഷിയായി അമ്പലവയൽ പഞ്ചായത്തിലെ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ ഒന്നാം കക്ഷിയായി ഒരു കരാർപത്രം എഴുതിയിരിക്കുന്നു. അതായത് കോൺഗ്രസ് ഭരിക്കുന്ന പൂതാടി, ബത്തേരി അർബൻ ബാങ്ക് തുടങ്ങിയ ഇടങ്ങളിൽ ഒഴിവ് വരുന്ന മുറയ്ക്ക് ഈ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്റെ മകന് ജോലി നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് 30 ലക്ഷം രൂപയാണ് അന്ന് ആ കരാർ പ്രകാരം വാങ്ങിയിട്ടുള്ളത്. ഈ പണം പൂർണ്ണമായും ആ കരാർ പ്രകാരം മനസ്സിലാക്കുന്നത് പൂർണ്ണമായും IC ബാലകൃഷ്ണന് നൽകുകയാണ്. ഈ ജോലി തിരികെ ലഭിക്കാത്ത സാഹചര്യത്തിൽ IC ബാലകൃഷ്ണൻ 7% പലിശയോട് കൂടി ഈ പണം നേരിട്ട് ഈ വ്യക്തിക്ക് തിരിച്ചു നൽകുന്നതായിരിക്കും. ഇതില് IC ബാലകൃഷ്ണൻ സാക്ഷിയായി വരേണ്ടതില്ല. അദ്ദേഹത്തിന് ഇവർ രണ്ടുപേരുമുള്ള കരാറാണ് എന്നും പ്രത്യേകം എഴുതി ചേർത്തിട്ടുണ്ട്. അത്തരത്തിൽ ഇത്തരത്തിൽ ഒരു ജോലിക്ക് പണം നൽകി എന്നതിനെ വ്യക്തമായ ധാരണയുള്ള ഒരു വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ MLA ആയ IC ബാലകൃഷ്ണനെ സംബന്ധിച്ച് പ്രതികരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം വരും സമയങ്ങൾക്കുള്ളിൽ നമുക്ക് ലഭിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള കരാറുകൾ, പണം വാങ്ങിയുള്ള കരാറുകൾ ഈ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ പരാതിയില്ല, അതൊക്കെ ആക്ഷേപങ്ങളാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന സാഹചര്യത്തിലാണ് 2019 ഒക്ടോബർ 9 ഇത്തരത്തിൽ അന്നത്തെ ജില്ലാ രക്ഷാധികാരിയായിട്ടുള്ള NM വിജയന്റെ സാന്നിധ്യത്തിൽ ഇത്തരം ഒരു ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു കരാർ എഴുതിയിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ഇത് വലിയ വിവാദങ്ങളിലേക്ക് പോകുമെന്ന് ഉറപ്പാണ്. കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ ഇതിന് ഒരുപക്ഷെ മറുപടി പറയേണ്ടി വരും എന്ന സാഹചര്യം കൂടെ ഇപ്പോൾ നിലവിലുണ്ട്. ഈ വിഷയങ്ങൾ പുറത്തു വരുമ്പോൾ രതീഷ്, ഇപ്പോൾ നിലവിൽ നടക്കുന്ന കേസിൽ അതിന്റെ ഭാഗമായുള്ള അന്വേഷണത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടോ? ഇവ കൂടി ഉറപ്പായും അന്വേഷണ പരിധിയിൽ പെടുത്തേണ്ടതല്ലേ? ഒപ്പം മരിച്ച NM വിജയന്റെ മറ്റു കുടുംബാംഗങ്ങൾ ആരെങ്കിലും ഈ വിഷയത്തിൽ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ടോ? നിലവിൽ ഒരു പരാതി, വ്യക്തിപരമായ ഒരു പരാതിയും ഇത് സംബന്ധിച്ച് ഇരുവരുടെയും ആത്മഹത്യയെ സംബന്ധിച്ച് ഒരു പരാതിയും പോലീസിന് ലഭിച്ചിട്ടില്ല. അത് തന്നെയാണ് പോലീസിനെ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടത്തുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികം രാഷ്ട്രീയമായി ഇതിനെ ഏറ്റെടുക്കാൻ CPM രംഗത്ത് വന്നത്. ഈ രാഷ്ട്രീയ ആക്ഷേപങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചാണ് CPM ഇതിൽ ദുരൂഹതയുണ്ട്, ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് തുടർന്നാണ് ഇതിനിടയിലാണ് ഇത്തരത്തിൽ പുതിയ കരാറുകളുടെ വിവരങ്ങൾ പുറത്തു വരുന്നത്, അതിന്റെ രേഖകൾ പുറത്തു വരുന്നത് എന്നതും കോൺഗ്രസിലെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ കൂടി പുറത്തു വരുന്നു, അല്ലെങ്കിൽ അതുകൂടി വിഷയങ്ങൾക്ക് ബാധകമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ്. എന്നാലും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തന്നെയായിരിക്കും NM വിജയന്റെ മകന്റെയും ഈ ആത്മഹത്യ ശേഷിക്കുന്ന കാര്യങ്ങൾ. ഇതിനകത്ത് 30 ലക്ഷം രൂപ മുഴുവനും ബത്തേരി MLA IC ബാലകൃഷ്ണന് നൽകി എന്നാണ് ഈ കരാറിൽ പറയുന്നത്. ജോലി ലഭിക്കാത്ത പക്ഷം ഇത് 7% പലിശയോടെ IC ബാലകൃഷ്ണൻ MLAക്ക് തിരിച്ചു കൊടുക്കുമെന്ന് ഈ കരാറിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് പ്രകാരം നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് എന്താണ് രതീഷ്? ജോലി കിട്ടിയിട്ടുണ്ടോ ഇവർക്ക്? എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇതിനകത്ത്? ഈ അർബൻ ബാങ്ക് നിയമനത്തിൽ 13 പേരുടെ നിയമനമാണ് അന്ന് രജിസ്ട്രാർ ഉൾപ്പെടെ അത് നിരോധിച്ചത്, അത് ഇല്ലാതാക്കിയത്.
ഇല്ലാതാക്കിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നിയമപരമായ ഒരു പരിശോധന നടന്നിട്ടില്ല. അത്തരം പരാതികൾ ഉണ്ടായിരുന്നില്ല. KPCC ആണ് ഇത് സംബന്ധിച്ച ഒരു പരാതി അന്വേഷിച്ചത്. സ്വാഭാവികമായിട്ടും KPCC ഈ നേതാക്കളെ എല്ലാം തന്നെ കുറ്റവിമുക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഈ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത് ഇത് KPCC പരിശോധിച്ചതാണ്, അത് വ്യാജമാണ്, അല്ലെങ്കിൽ പരാതിയിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതാണെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പണം വാങ്ങുകയും ജോലി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും അത്തരത്തിലൊരു പരാതി പാർട്ടി എന്ന നിലയിൽ പരിഗണിക്കുകയും തള്ളിക്കളയുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ അത്തരം പരാതികളില്ല എന്ന് പാർട്ടി കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുന്നത്. എന്നാൽ പക്ഷേ ഇത്തരത്തിൽ പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ മരണത്തിന്റെ കൂടെ പശ്ചാത്തലത്തിൽ അത് പഴയ പോലെ എളുപ്പമല്ല ന്യായീകരിക്കുക എന്നതും കൂടി വ്യക്തമാണ് ഈ ഘട്ടത്തിൽ. രതീഷ്, വലിയ രാഷ്ട്രീയ ആരോപണം ഉയർത്തുന്നത് അവിടെ CPM തന്നെയാണ് കോൺഗ്രസിനെതിരെ. അപ്പോൾ CPM ഈ വിഷയത്തിൽ പരാതിയുമായി മുന്നോട്ട് പോകുവാനോ കോടതിയെ സമീപിക്കാനോ ഒക്കെയുള്ള സാധ്യതകൾ മുന്നിലുണ്ടോ? തീർച്ചയായും അത്തരം രാഷ്ട്രീയ പഴുതുകൾ അന്വേഷിച്ചുകൊണ്ട് തന്നെയാണ് CPM മുന്നോട്ട് പോകുന്നത്. CPM അടുത്ത ദിവസം IC ബാലകൃഷ്ണൻ MLA വീട്ടിലേക്ക് ഉൾപ്പെടെ മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാർച്ച് നടത്തുമെന്നാണ് പറഞ്ഞത്. പ്രതിഷേധസൂചകമായി ഇദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തിലാണ് 2019 ഇത്തരത്തിൽ ലക്ഷങ്ങളുടെ ഇത്തരത്തിലുള്ള കരാറുകൾ എഴുതപ്പെട്ടത്, പണം വാങ്ങിയത് എന്നൊക്കെയാണ് CPMന്റെ ഇപ്പോഴത്തെ ആരോപണം. ആ ആരോപണത്തെ ശരിവെക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നിരവധി പേർ ഇത്തരത്തിൽ ഈ ആരോപണങ്ങൾ പുറത്തു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാൻ തയ്യാറാണ്. അത് വരും ദിവസങ്ങളിൽ വരുമെന്നാണ് CPM പറയുന്നത്. എന്നാലും CPM ഇത് രാഷ്ട്രീയമായി കൃത്യമായി ഉപയോഗിക്കും. അത് ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തന്നെയായിരിക്കും CPM ഉപയോഗിക്കുക എന്നതും വ്യക്തമാണ്. ഇത്തരത്തിലുള്ള നീക്കം CPMന്റെ ഭാഗത്തുണ്ട്. പക്ഷേ നിയമപരമായ ഒരു പരാതി ഇത് സംബന്ധിച്ചില്ല എന്നതാണ് പോലീസിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഇടപെടാൻ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഇടപെട്ട് അത്തരത്തിലൊരു നീക്കം പോലീസിന് നടത്താൻ സാധിക്കാത്ത സാഹചര്യമുള്ളത്. ഉറപ്പായും ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്രയ്ക്കും രാഷ്ട്രീയമായി അത് കോൺഗ്രസിനെതിരെ ആക്രമിക്കാൻ CPM ഉപയോഗിക്കുന്നുണ്ട്, ആയുധമാക്കുന്നുണ്ട്. അതുകൊണ്ട് CPMന്റെ ഭാഗത്ത് നിന്ന് തന്നെ പരാതി ഈ വിഷയത്തിൽ വരും എന്നാണ് കരുതുന്നത്. ഏതായാലും വയനാട് DCC ട്രഷറർ ജീവൻ ഒടുക്കിയതിനു പിന്നിൽ സാമ്പത്തിക ക്രമക്കേട് ആണ് എന്നതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. സഹകരണ നിയമനത്തിന് NM വിജയന്റെ മധ്യസ്ഥതയിൽ പണം വാങ്ങിയിട്ടുണ്ട്. MLA IC ബാലകൃഷ്ണന് പണം കൈമാറിയതിന്റെ രേഖയാണിപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രതീഷ് വാസുദേവൻ വയനാട്ടിൽ നിന്ന്.